നിങ്ങൾ കൊടുക്കുവിൻ. ആതൂ നിങ്ങൾ കൊടുക്കുവിൻ. ഇവിടെ കാണാം ഒറ്റ ഇത്. ആതൂ നിങ്ങൾ കൊടുക്കുവിൻ. അൽ യതാമ അനാഥകൾക്ക്. യതീമിന്റെ ബഹുവചനമല്ലേ ഐതാമ എന്നൊക്കെ പറയും. അനാഥകൾക്ക് നിങ്ങൾ കൊടുക്കുവിൻ. അംവാലഹും അവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ധനങ്ങൾ, അവരുടെ സ്വത്ത് കൊണ്ടുവന്നാണ് അത് നിങ്ങൾ കൊടുക്കുവിൻ. അപ്പൊ വആതു യതാമ അംവാലഹും, അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ കൊടുക്കുവിൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുവിൻ. വലാ തതബദ്ദലൂ, നിങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യരുത്. വലാ തതബദ്ദലൂ, നിങ്ങൾ മാറ്റിയെടുക്കുക, ബദലാക്കുക. ബദൽ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ കിട്ടിയല്ലോ. അതെ, തതബദ്ദൽ. അപ്പൊ നിങ്ങൾ തബദ്ദല യതബദ്ദലു ആണ്. തബദ്ദൽ. അപ്പൊ തതബദ്ദൽ, നിങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യരുത്. അൽ ഖബീത, ദുഷിച്ചതിന്. ഖബീസ് മോശമായത്, താഴ്ന്നത് എന്നൊക്കെ പറയാം, മാലിന്യമായെന്നൊക്കെ പറയാം. ഖുബൂസി വൽ ഖബായിസ് എന്ന് കേട്ടിട്ടില്ലേ? അല്ലേ? എപ്പോഴാ പറയാ? ഒക്കെ പറയാം, അതിന്റെ അർത്ഥം വരുന്ന സംഗതിയാണത്. അപ്പൊ ദുഷിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്ത് മാറ്റിയെടുക്കാം. എന്തിനു പകരമായിട്ട്? നല്ലതിന്, ശുദ്ധമായതിന് പകരം ദുഷിച്ചതിനെ നിങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യണം. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത്, ഖബീസ് എന്ന് പറഞ്ഞാൽ ദുഷിച്ചത്. ത്വയ്യിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഖബീസ്, ഖബീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ യാ ത്വയ്യിബ്, നല്ലവനെ. അപ്പൊ യാ ഖബീസ്, യാ ത്വയ്യിബ് അസ്സലാമു അലൈക്കും യാ ത്വയ്യിബ് എന്ന് പറയും. യാ ത്വയ്യിബ്, നമുക്ക് പരിചയമില്ലാത്ത ആളുകളോട് അസ്സലാമു അലൈക്കും യാ ത്വയ്യിബ് കൈഫ ഹാലക് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. അവിടെ നമ്മള് അറിയാത്ത ആളുകളോട് ത്വയ്യിബ് എന്നാ പറയാ, നല്ല ആൾ, മിസ്റ്റർ എന്ന് പ്രയോഗിക്കുന്നതിന് പകരമാണ്. അപ്പൊ ത്വയ്യിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത്? ാണ് മോശപ്പെട്ട മനുഷ്യൻ ചെയ്തത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തത്? ത്വയ്യിബിന് പകരമായി ഖബീസിനെ. വലാ തഅകുലൂ, നിങ്ങൾ തിന്നുകയും ചെയ്യരുത്. അംവാലഹും അവരുടെ സ്വത്തുക്കളെ. ഇലാ അംവാലിക്കും നിങ്ങളുടെ സ്വത്തുക്കളിലേക്ക്. അപ്പൊ സംഗതികളെ, അവരുടെ സ്വത്തുക്കളെ, ധനങ്ങളെ നിങ്ങളുടെ ധനങ്ങളിലേക്ക് നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യാം? അതിന്ന് തിന്നാൻ ശ്രമിക്കരുത്. ഇന്നഹു കാന ഹൂബൻ കബീറ, നിശ്ചയമായും അത് വലുതായ ഒരു പാതകമാണ്. ഹൂബ് എന്ന് പറഞ്ഞാൽ തെറ്റ്, കുറ്റം എന്നൊക്കെ അർത്ഥം പറയാം. ഹുബ് വേറെ, ഹൂബ് വേറെ, മനസ്സിലായി? അപ്പോ അത് വലുതായ കുറ്റമാകുന്നു എന്നാണ് ഖുർആൻ വചനത്തിൽ പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോകാൻ ഞാന് അടുത്ത ആയത്തിലേക്ക് പോയിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ? അനാഥകൾക്ക് അവരുടെ സ്വത്തുവകകൾ നിങ്ങൾ എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കുകയും നല്ല ശുദ്ധമായതിന് പകരം ദുഷിച്ചതിന് നിങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ മേലോട്ട് നോക്കിക്കോളൂ, അത് നിങ്ങൾക്ക് കാണാം അവിടെ അല്ലേ? നിങ്ങളുടെ സ്വത്തുക്കളിലേക്ക് കൂട്ടിച്ചേർത്ത് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ തിന്നുകയും ചെയ്യും. നിശ്ചയമായും അത് വലുതായ ഒരു പാതകമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സൂറത്ത് നിസായിലെ രണ്ടാമത്തെ ആയത്ത്. സൂറത്ത് നിസായിലെ രണ്ടാമത്തെ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ശ്രദ്ധിച്ചോളാം. ഇവിടെ യതീം എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം, അനാഥൻ. ആരെയാണ് നമ്മൾ യതീം എന്ന് വിളിക്കുക? രക്ഷിതാക്കളില്ലാത്ത ആളെ അനാഥകൾ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ പ്രായപൂർത്തി എത്താത്ത പിതാവ് മരിച്ച കുട്ടികളെയാണ് എന്ന് വിളിക്കാം
യതീം എന്ന് പറയും. മുമ്പ് ഞാനിത് നമ്മൾ ഇവിടെ തന്നെ ഷെഡിൽ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യതീം എന്ന് പറയുന്നതാണ് ലാ അബലഹു, അതിനാരല്ല, പിതാവില്ല. പിതാവാണല്ലോ രക്ഷകർത്താവ് എന്ന് വിളിക്കുന്നത്, വലിയ എന്ന് പറഞ്ഞു. അതില്ലാത്ത ആളെയാണെന്ന് വിളിക്കാം യതീം. അപ്പൊ ചെറിയ കുട്ടികളെയാണ് യതീം എന്ന് പറയാം. വലുതായി കഴിഞ്ഞാലും വാപ്പല്ല എന്നൊരു അർത്ഥത്തിൽ എന്ത് പറയാം, യതീമാണ്, ഞാൻ യതീമാണ്. ഒരു പക്ഷേ നിങ്ങൾ പലരും യതീമുകളായി എന്ന് പറഞ്ഞിട്ട് ഞാൻ യതീമാട്ടോ എന്ന് പറയാൻ അതിതാണ് യഥാർത്ഥത്തിൽ. ഇതാണ് യതീമിന്റെ ശരിക്കുള്ള ശരണിയായ പ്രയോഗമെങ്കിൽ വേറെ ചില ആളുകളും യതീമുകൾ എന്ന് പറയും. മനസ്സിലായി? ചില കവികൾ പറഞ്ഞു ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു, പിതാവ് നഷ്ടപ്പെട്ട ആളുകളെ അല്ല യതീം യഥാർത്ഥത്തിൽ എത്തി. പിന്നെ ബൽ യതീം യതീമുൽ ഇൽമി വൽ അദബ്, അറിവും അദബും ഇല്ലാത്തവനാണ് ശരിക്കാരി യതീം. അതെ, അതാണ് ശരിക്കൊരു യതീം. ഒന്നും ഒരു കാര്യമില്ലാത്തവൻ, ഒരു നിലക്കും എഴുന്നേറ്റിക്കാൻ പറ്റാത്തവൻ എന്ന അർത്ഥത്തിലാണ് യതീം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ചില പണ്ഡിതന്മാർ വിളിച്ചു. എന്നാൽ യതീം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിക്കും പരിശുദ്ധ ഖുർആനിൽ ഹുക്കൂക്കുകൾ പറയുന്നിടത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നത് യതീമിന്റെ കാര്യമാണ്. ഹുക്കൂക്കുകൾ യതീമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് പറയുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളതും പറഞ്ഞാൽ കണ്ണ് നനയാതെ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വൈകാരികമായിട്ടാണ് ഖുർആൻ ആ വിഷയത്തെ കണ്ടിട്ടുള്ളത്. മനസ്സിലായി? നമ്മുടെ സമയം ഷോർട്ട് പീരീഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് വൈഡായിട്ട് പോകാൻ ആഗ്രഹിക്കാത്തത്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ബിദഫഇ അംവാലിൽ യതാമ ഇലൈഹിം ഇദാ ബലഗുൽ ഹുലുമ കാമിലതൻ മുവഫറതൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു കൽപ്പിക്കുകയാണ് അനാഥകൾക്ക് അവരുടെ ധനം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. എപ്പോൾ അവർ പ്രായപൂർത്തിയെത്തിയാൽ, ഹുലുമെത്തിയ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തിയാൽ. എങ്ങനെ ഏൽപ്പിക്കണം? ഭാഗികമായിട്ടല്ല, കാമിലതൻ മുവഫറതൻ, പൂർണ്ണമായി പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു കൽപ്പിക്കുക. വയൻഹ അൻ അക്ലിഹാ വദമ്മിഹാ ഇലാ അംവാലിഹിം. അല്ലാഹു വിരോധിക്കുകയാണ്, ആ ധനം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, നിങ്ങളുടെ സ്വത്തിലേക്ക് അവരുടെ സ്വത്തിനെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ തിന്നാനും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു കൽപ്പിക്കുകയാണ്. അല്ലാഹു കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യാം. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തത് യതീമുകളുടെ ധനം അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ ഞാനൊന്ന്. യതീമുകളുടെ ധനം, യതീം പിതാവ് നഷ്ടപ്പെട്ട ഒരാൾ, യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു കുട്ടി അനാഥനായാൽ ആ കുട്ടിയുടെ ഉപ്പയുടെ സ്വത്ത് ആ കുട്ടിയുടെ സ്വത്താണല്ലോ. പിന്നെ ആ കുട്ടി പ്രായപൂർത്തി ആകാത്ത കുട്ടിയാണെങ്കിൽ, മൈനറാണെങ്കിൽ, അതിനെ സംരക്ഷിക്കുവാൻ ഏറ്റവും അടുത്ത കുടുംബത്തിൽ ആരാണോ അവർ തയ്യാറാവണം എന്നുള്ളത്. അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ഒരു കാലഘട്ടം ഇല്ലാതെ വന്നപ്പോഴാണ് യതീമുകളെ സംരക്ഷിക്കാൻ ഒരു ഖാന, യതീമുൻ ഖാന, യതീം ഖാന എന്നറിയപ്പെടുന്ന ഒരു സത്രം അവർക്ക് വേണ്ടി നിർമ്മിക്കേണ്ടി വന്നത്. ഒരു കാലഘട്ടത്തിൽ വസൂരി പോലെയുള്ള മഹാമാരികൾ പിടിച്ച് കേരളത്തിൽ ധാരാളം ആളുകൾ മരിച്ചു പോയപ്പോൾ അനാഥ കുട്ടികളെ എന്ത് ചെയ്യുമെന്ന് ബേജാറായപ്പോഴാണ് ബാഫക്കി തങ്ങളും മറ്റുള്ളവരും ഒക്കെ കൂടിയിട്ട് വളരെ ശക്തമായ ഒരു എന്താണ് യതീം ഖാന തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട്
തുടങ്ങിയത്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം യതീമായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് അവരെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ കാര്യം പറയാം. ഒരാൾ മരിച്ചു, അയാൾ നല്ല കോടീശ്വരനാണ്. അയാൾ മരിച്ചു, അയാളുടെ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അയാളുടെ അനുജനോ ജ്യേഷ്ഠനോ പാവപ്പെട്ട ഒരാളാണ് നിൽക്കാൻ, പാവപ്പെട്ട ആളാണ്. ഈ അനാഥ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇയാൾ തന്നെയാണ്. അങ്ങനെ അയാളെ ഏറ്റെടുത്തു. അയാൾ ഏറ്റെടുക്കുന്നതോടുകൂടി കോടിക്കണക്കിന് റുപ്പികയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ലോക്കൽ ഗാർഡിയൻ എന്ന നിലക്ക് ഇയാളാണ് പിന്നെ അത് കൈകാര്യം ചെയ്യുക. സ്വാഭാവികമായിട്ടും വലിയ കുറെ സംഗതികൾ ആലോചിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ അതിന് കുറെ നിയമങ്ങൾ പറഞ്ഞു. യതീമിന്റെ ധനം ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ആ കൈകാര്യം ചെയ്യുന്ന ആൾ ഫഖീറാണെങ്കിൽ, ദരിദ്രനാണെങ്കിൽ ഫലിയകുൽ ബിൽ മഅറൂഫ്, അയാൾക്ക് മര്യാദ പ്രകാരം അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ അനുവാദം. മനസ്സിലായോ? അയ്യുറപ്പയുടെ മീൻ അയാൾ വാങ്ങുന്നുണ്ടെങ്കിൽ, മുമ്പൊക്കെ വാങ്ങിയിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴും 50 ഉറുപ്പ്യന്റെ മീൻ വാങ്ങാം. പക്ഷെ ഇപ്പൊ അയാൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ട്. അവരുടെ സ്വത്തിൽ നിന്ന് ഇയാളുടെ കുടുംബത്തിന് എന്ത് ചെയ്യാം? 50 ഉറുപ്പ്യ മീൻ വാങ്ങാം. കൂട്ടിയല്ലേ കയ്യില് ഒരു 500 ഉറുപ്പ്യ പോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു 2 കിലോ പോരട്ട എന്നും പറയരുത്. തിരിഞ്ഞോ? ഇനി ഫഖീറെന്ന് പറഞ്ഞു, ഇൻകാന വലിയനോ, അതേപോലെ സമ്പത്തുള്ള ഒരാളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അയാൾ അതിൽ നിന്ന് ഭക്ഷിക്കാനേ പാടില്ല, തൊടാൻ അവകാശമില്ല. കൈകാര്യം ചെയ്യാം, ആ കുട്ടികൾക്ക് വേണ്ടി സംരക്ഷിച്ചു കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുപോകുന്നയാൾ ഈ കുട്ടി പ്രായപൂർത്തിയായി ആ കുട്ടിക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇയാൾ പരിശോധിച്ച് ആ കുട്ടി റഷീദാണെന്ന് ബോധ്യമായാൽ, റഷീദ് എന്ന് പറഞ്ഞാൽ വിവേകമുള്ള, കൈകാര്യം ചെയ്യാൻ വിവേകമുള്ള ആളാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം എന്ത് ചെയ്യണം? ആയിട്ടില്ല, എനിക്കറിയാം ആയിട്ടില്ല, അളാപ്പത് നോക്കി അളാപ്പ മരിക്കണ വരെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് പറ്റൂല അളാപ്പ, വെച്ചിട്ട് പൊയ്ക്കണി നിർത്താൻ. മനസ്സിലായോ? ആ കുട്ടി ഖുർആൻ പറഞ്ഞു, വലാ തൂതു സുഫഹാ അംവാലകും അല്ലതി ജഅല അല്ലാഹു ലക്കും ഖിയാമൻ. ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ ധനം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. മനസ്സിലായോ? ധനം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അത് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നീ ആരാണെങ്കിലും ശരി, പൈസ കൊടുത്തു നോക്കുക. എങ്ങനെയാണ് സംഗതി അപ്പം തന്നെ അടിച്ച് തൂഫാനാക്കിയ പിന്നെ തീരുന്നത്? എത്ര കരളായാലും പൊന്നായാലും തേനായാലും കേട്ടാ മനസ്സിലാവും. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? കാലം കുറെ ആയില്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അത് ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ വിഡ്ഢികളെ എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്തവരെന്നർത്ഥം. ഇത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളെ കയ്യിൽ ഏൽപ്പിക്കരുത്. മനസ്സിലായോ? ഇപ്പൊ കമ്മിറ്റിയിലെ ഒരാള് സെക്രട്ടറിയോ ട്രഷറോ ആരായിക്കോട്ടെ, അയാൾ ഇത് റഷീദായിരിക്കണം. ബുലുവായ മാത്രം പോരാ, റഷീദ് കൂടിയാവണം. റഷീദ് എന്ന് പറഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. മനസ്സിലായി? നിങ്ങളെ ട്രഷറർ റഷീദ്, അത് പേര് റഷീദാണെന്നല്ല, റുഷ്ദ് ഉണ്ടാവണമെന്ന്. മനസ്സിലായോ? അപ്പൊ അത് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നയം. ഇതൊക്കെ ധാരാളം വിഷയങ്ങൾ ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിലൊരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവർ സമ്പത്തുകൾ എന്ത് ചെയ്യണം? അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എപ്പോൾ? ഇതാ ബലഗുൽ ഹുലുമ, അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ. നിങ്ങൾ നോക്കൂ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഏൽപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തത് വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, ത്വയ്യിബിന് പകരമായി മറ്റേതിനെ മാറ്റിയെടുക്കരുത്. നിങ്ങളെ കയ്യിൽ നിങ്ങൾ ജ്യേഷ്ഠനും അഞ്ചനും ഒരേ കച്ചവടക്കാരനായിരുന്നു, ജ്യേഷ്ഠൻ മരിച്ചുപോയി. അപ്പൊ പിന്നെ ജ്യേഷ്ഠന്റെ സ്വപ്നത്തെ നമ്മളാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞൊക്കെ അപ്പുറത്തേക്ക് മാറ്റി, പൊട്ടാത്തൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച്, ജ്യേഷ്ഠൻ മരിച്ചു പോയാൽ ആ കാരണം യതീമുകളുടേതാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി
നിങ്ങളുടേത് ദുഷിച്ചത് അങ്ങോട്ട് വെച്ച് നല്ലത് ഇങ്ങോട്ട് വെച്ച് ചെയ്യാൻ പാടില്ല. എന്താ പറഞ്ഞത്? ولا تعجل بالرزق الحرام قبل ان ياتيك الرزق الحلال الذي قدر لك. എന്നാണ് പറയുന്നത്. സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു لا تبدلوا الحرام من اموال الناس بالحلال من اموالكم يقول لا تبذروا اموالكم الحلال ولا تاكلوا اموالهم الحرام. എന്നൊക്കെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് ഇത് ഹലാൽ കൊണ്ട് നിങ്ങളുടെ സമ്പത്തിലേക്ക് ചേർത്ത് വെച്ച് ഹറാമിനെ എന്ത് ചെയ്ത് പകരമാക്കി വെക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹലാലായ സമ്പത്ത് കൊണ്ട് തന്നെ അതിന് വിട്ട് കിടക്കരുത്, ദുർവ്യയം നടത്തരുത്, നിങ്ങൾ ഹറാമ് തിന്നരുത് എന്നൊക്കെ അർത്ഥം എന്തുണ്ട് ഇതിലുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം ഇതാണ്. യതീമുകളുടെ അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? സ്വത്ത് ഈ നല്ലതിന് പകരമായി ദുഷിച്ചതങ്ങോട്ട് മാറ്റി എടുക്കരുത് എന്ന് പറഞ്ഞാൽ ദുഷിച്ചതങ്ങോട്ട് വെച്ച് നല്ലതിന് എടുക്കരുത്. അതിന് ഇമാം സുദ്ദി പറഞ്ഞൊരു വർത്താനുണ്ട്, നമ്മൾ നോക്കാം. വഖാല സുദ്ദിയു, ഇമാം സുദ്ദി പറഞ്ഞൊരു വർത്തമാനം. അദ്ദേഹം പറയുന്നത് പിന്നെ ഇമാം സുദ്ദി പറഞ്ഞു കാന അഹദുഹും യഅഖുദു الشاة السمينة من غنم اليتيم ويجعل فيها مكانها الشاة المهزولة فيقول شاة بشاة ويأخذ الدرهم الجيد ويطرح مكانه الزيف ويقول درهم بدرهم. ഇമാം സുദ്ദി റഹിമഹുല്ലാഹ് പറഞ്ഞ പ്രയോഗം എന്താണ്? കാന അഹദുഹും യഅഖുദു الشاة السمينة من غنم اليتيم. യതീമുകളുടെ ആട്ടിൻ കൂട്ടങ്ങളിൽ നിന്ന് നല്ല തടിച്ചു കൊഴുത്തതിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എടുക്കും. വയജഅലു ഫീഹാ മകാനഹ അശാത്ത അൽമഹ്സൂല. അവിടുന്ന് ഹസ്ലായ ആടുകൾ ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് അവൻ പറയും ഷാത്തും ബിഷാത്തും ഒരാളെടുത്തു ഒരാളങ്ങോട്ട് വെച്ചു. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? ഖബീത്തിനെ എടുത്തു, ഖബീത്തിനെ അങ്ങോട്ട് വെച്ചു, തയ്യിബിന് പകരമായി. കാരണം ഷാത്തു സമീനയും ഷാത്തുൽ മഹ്സൂലയും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ലേ? അശാത്തു സമീന എന്ന് പറഞ്ഞാൽ നല്ല തടിച്ച് കൊഴുത്ത ആട് എന്നാണ് അർത്ഥം. സമീൻ എന്ന് പറഞ്ഞാൽ തടിയുള്ളവൻ എന്നർത്ഥം. അപ്പോ മഹ്സൂലായ ആടിനെ എന്ത് ചെയ്യാം? അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇവ എന്താ പറഞ്ഞത്? ഷാത്തും ബിഷാത്തും. ഒരു ആടിനെ അങ്ങോട്ട് എടുത്തു, യതീമിന്റെ നിലത്ത് നിന്ന് ഒരു ആടിനെ അങ്ങോട്ട് വെച്ചു. ഞാൻ ക്ലിയർ അല്ലേ? അതുപോലെ തന്നെയാണ് നല്ല ദിനാർ ദിർഹമുകൾ എന്ത് ചെയ്യാ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് അതുപോലെ മോശപ്പെട്ടത് എന്ത് ചെയ്യാ അങ്ങോട്ട്. ഇങ്ങനെ പറയാണ് ദിർഹം ബിദിർഹം. ഒരു ദിർഹം അങ്ങോട്ട് എടുത്തു, ഒരു ദിർഹം ഞാൻ അങ്ങോട്ട് വെച്ചു. എടുത്ത ദിർഹം നല്ലതാണ്, ഇപ്പം വെച്ച ദിർഹം കോട്ടയിട്ടതോ പഴകിയതോ പിടിച്ചതോ ഒക്കെ ആയിരുന്നു. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. യതീമുകളുടെ ദിനത്തിൽ ഈ രൂപത്തിലുള്ള കൈക്രിയകൾ നടത്തരുത്. പിന്നെ അല്ലാഹു പറഞ്ഞു വലാ തഖുലു അംവാലഹും ഇലാ അംവാലികും എന്ന് പറഞ്ഞാൽ ഐ ലാ തഖുലുഹാ ഫതഖുലുഹാ ജമീഅ. നിങ്ങൾ സമ്പത്ത് കൂട്ടിക്കലർത്തിയിട്ട് അത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ തിന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലായി? കൂട്ടിക്കലർത്തുന്നതിനും ഒരു ഹുക്കം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കൂട്ടിക്കലർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? അത് വളരെ കണിശവും കൃത്യവുമായിരിക്കണം. ഒരു തരത്തിലുള്ള ന്യൂനതയും നാശവും അതിന് പറ്റാത്ത രൂപത്തിലാവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. കൂട്ടിക്കലർത്തുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കണം, അങ്ങേറ്റത്തെ ശ്രദ്ധ വെക്കണം എന്നാണ്. ആരുടെ ധനത്തിൽ? യതീമുകളുടെ ധനത്തിൽ. അത്രയും പ്രാധാന്യത്തോടുകൂടി. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നഹു കാന ഹൂബൻ കബീറ ഇത്മൻ കബീറൻ അദീമൻ, വമ്പിച്ച പാതകമാണ്. ശരിക്കും വേറെയുള്ളവർ എത്തിമോളെ മുതൽ കൈകാര്യം ചെയ്യാൻ പോകില്ല. പേടിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ, തീർച്ചയായും യതീമുകളുടെ ധനം തിന്നുന്നവർ എങ്ങനെ ദുൽമൻ ബിദുൽം, അന്യായമായി അക്രമമായി തിന്നുന്നവർ എന്താ ചിന്തിക്കുന്നത്? ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ.
കടന്നെരിയുന്നതാണ്. അത്രയും ഗൗരവമാണത് യതീമിന്റെ ധനം. അപ്പോ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതന്നെ പമ്പിച്ച കുറ്റാണ്, ശബരൂപികത്തിൽപ്പെട്ടതാണ്, ഒക്കെ ഉണ്ട്. അപ്പോ എന്ത് ചെയ്യാ, ഏറ്റവും വലിയ കുറ്റമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നമ്മൾ ആയിട്ട് മനസ്സിലാക്കല്ലോ, യതീമിന്റെ ധനം വളരെ പ്രധാനപ്പെട്ടതാണ്. യതീമുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം നിങ്ങള്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചോണം. നമ്മുടെ വീട്ടിൽ ഒരു യതീം ഉണ്ടെന്ന് കരുതോ, ഒരിക്കലും ആ യതീമിനെ ഏതെങ്കിലും ഒരു യതീം ഖാനയിലേക്ക് തള്ളിവിടരുത്. യതീംഖാന കൂട്ടിക്കണം ആഗ്രഹത്തിനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു യതീം ഉണ്ടെങ്കിൽ, ഇന്നലെ വരെ വാപ്പയും ഉമ്മയും ഒക്കെയായി സന്തോഷിച്ച് സ്നേഹിച്ച് അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുട്ടി ഒരു നിമിഷം വാപ്പ നഷ്ടപ്പെട്ടതോടെ അനാഥത്വത്തിന്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലേക്ക് ആ കുട്ടി വീണ് പോയിട്ട്. അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തിന് രക്തത്ത് വേണം, നിങ്ങളുടെ ഹൃദയത്തിന് കട്ടിയുണ്ട് എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, യതീമിന്റെ തലയിലൂടെ മൂർധാവിലൂടെ ഒന്ന് തടവിക്കൊള്ളൂ. യതീമിന്റെ തലയിലൂടെ ഒന്ന് മൂർധാവിലൂടെ ഒന്ന് തടവിക്കൊള്ളൂ, എന്റെ ഹൃദയത്തിന് രക്തത്ത് കിട്ടും. ഒരു കുട്ടിയുടെ ഒപ്പം മരിച്ചാൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ ആരുമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഒരാൾ വന്നിട്ട് എളാപ്പായ മൂത്താപ്പായ കുടുംബക്കാരൻ, പിന്നെ എന്തായാലും സംഭവിച്ചു, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും എത്തിക്കാനാക്കാം. സത്യം പറഞ്ഞാല് മാനസികമായി ഞാൻ ഏറെ സങ്കടപ്പെടുന്ന ഒരു വിഷയമാണ്. കാരണം ജീവിതത്തിൽ ഇത്രയധികം പ്രയാസം സഹിക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. പഴയ കാലത്ത് യതീംഖാനയിൽ നിന്ന ആളുകൾ ഇന്ന് പ്രായമുള്ളവരായി ജോലിക്കാരായിട്ടുണ്ട്. പലരും പറയുമ്പോൾ ആ സന്ദർഭങ്ങളൊക്കെ വല്ലാത്തൊരു പ്രയാസമുള്ള സന്ദർഭമാണ്. കാരണം ഇന്നലെ വരെ തന്നെ അടക്കിപ്പിടിച്ച് ഉമ്മ വെച്ച് തന്റെ ഉപ്പക്ക് പകരം, അതുകൊണ്ടല്ലേ സ്വന്തം മക്കളെ യതീമിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികൾക്ക് തലോടലും വാത്സല്യവും കാണിക്കരുത്. കാരണം അതിന്റെ ഹൃദയം കീറി മുറിയുമെന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കരുതലാണെന്നറിയോ, എത്ര കരുതലാണ്. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈദിന്റെ ദിനത്തിലാണെന്ന്, അതിന്റെ ശരിയും തെറ്റുമൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. എന്റെ വായനയിൽ കണ്ട ഒരു സംഗതി പറയാണ് ഞാൻ. അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഒരു കുട്ടിയുണ്ട് നിന്ന് കരയുന്നു, ചെറിയൊരു കുട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ കരയുന്നു? അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു വർത്താനുണ്ട്. ശരിക്ക് പറഞ്ഞാൽ അനാഥകളുടെ മനസ്സെല്ലാം ഒന്നിനെ. ആ കുട്ടി പറഞ്ഞത്, നബിയെ, എല്ലാവരും പെരുന്നാളിൽ നല്ല കുപ്പായങ്ങളൊക്കെ അണിഞ്ഞ് മുസല്ലയിലേക്ക് പോകുന്നു, പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കൂടെ എടുത്തു. അവിടുത്തെ ഗുജറാത്തിൽ ഭാര്യമാരെടുത്ത് കൊണ്ടുപോയി, ഇവനെ കുളിപ്പിച്ച് നന്നാക്കി തരും. ആ കുട്ടിയെ നല്ല കുപ്പായമാണ്. കാരണം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ പേരക്കുട്ടി, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ് അവര്. നല്ല കുപ്പായം ഇട്ട് കൊടുത്ത് കൈക്ക് പിടിച്ച് വരുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് വാപ്പ ഇല്ലാതില്ല, നിന്റെ വാപ്പ ഞാൻ. ഓ, ഇനി നിന്റെ ഉപ്പ ഞാനാട്ടോ, ഞാൻ നിന്റെ ഉപ്പ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും കരുതൽ, ഇത്രയും കരുതൽ ലോകത്ത് ആരാണ് അത് ചെയ്യുന്നത്? ആലോചിച്ചോ. അത്രയും ഗൗരവത്തിലാണ് ഇസ്ലാം കണ്ടത്. ഒരു നയ പൈസ പോലും, ഒരു ചെറിയ സമ്പത്തിന്റെ ഒരു ഭാഗം പോലും അനാഥയുടേത് തൊട്ടുപോകരുതെന്നാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വത്തിലാണ്. സൂറത്തുൽ കഹ്ഫിൽ ഒരു സംഭവമുണ്ട്. മൂസാ നബിയും ഖദർ നബിയും കൂടി പോകുന്ന സന്ദർഭത്തിൽ ഒരു മതിൽ വീണ് കിടന്ന മതിൽ നന്നാക്കിയില്ലേ ആര്? ഖദർ നബി ഇസ്ലാം. മൂസാ നബി പറഞ്ഞു, എന്തിനാണ് ഇത് നന്നാക്കി? നമ്മൾ വന്നപ്പോ അവരൊരു ആദിത്യ മര്യാദ കാണിച്ചില്ല.
കള്ളന് മറുപടി പറയുന്നറിയോ? കാമ്പരിച്ചിട്ടാണ്. അതാരുടേതറിയോ? وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. അത് രണ്ട് കുട്ടികളുടെ ധനമുള്ള മക്കളാണ്. അവരെ വാപ്പ, ആ കുട്ടികളുടെ ഉപ്പ സ്വാലിഹായ നല്ല മനുഷ്യൻ. അയാൾ മരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മതില് വീണ് പോയാൽ ആ സമ്പത്ത് പുറത്താകും, കുട്ടികൾ കിട്ടൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് ആ മതില് വീണ് പോയാൽ അത് നേരെയാക്കാൻ രണ്ട് പ്രവാചകന്മാർ. അതേ പറഞ്ഞത് ഖുർആനിന്റെ ഈ പ്രയോഗം, ഹദീസുകളുടെ പ്രയോഗം ഏറെ വൈകാരികമാണ്. അനാഥകളുടെ ധനവുമായി ബന്ധപ്പെട്ട് ആ മതിലിന്റെ അടിയിൽ ആ രണ്ട് എത്തി കുട്ടികളുടെ ധനമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അത് വീണു പോകരുത്. അത് അല്ലാഹു സംരക്ഷിച്ചു. എവിടുന്ന് ബനൂ ഇസ്രായേലിലെ മൂസ, ഈജിപ്തിലെ മൂസ, മജ്മഉൽ ബഹ്റൈനിലെ ബഹുമാന്യനായ ഖദർ അലൈഹിസ്സലാം രണ്ടുപേരെ കൂടെ അയച്ചിട്ട് പോയി നന്നാക്കിയിട്ട് വരിക. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ സംഭവം പഠിപ്പിക്കുക, രണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തഅലീം കൊടുക്കുക. രണ്ട് പ്രധാനപ്പെട്ട സംഭവം. ഇത്രയും ഗൗരവമാണ് യതീമുകളുടെ ധർമ്മ. അങ്ങനെ വായിക്കുമ്പോഴാണ് അതിന്റെ അത്ഭുതം നമുക്ക് മനസ്സിലാവുക. തിരിഞ്ഞ നമ്മള് അപ്പൊ വീട്ടില് അങ്ങനത്തെ ഉണ്ടായാൽ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. കാരണം എത്രയോ അനാഥ കുട്ടികളെ നമ്മൾ കാണുന്നു, സങ്കടത്തിന്റെ പ്രയാസത്തിന്റെ അവസ്ഥയും. മനസ്സിലായോ? അത്തരം കുട്ടികളെ കാണുമ്പോ ഒരല്പനിമിഷം അവിടെ ഇരിക്കുക, അവരുടെ കൂടെ ഇരിക്കുക, ഒരല്പനേരം അവിടെ ഇരിക്കുക. ഒന്ന് സന്തോഷത്തോടെ അവർ തലോട് എന്താ വേണ്ടതെന്ന് ചോദിക്കും. എന്താ നിനക്ക് വേണ്ടത്, എന്താ മോന് വേണ്ടത് എന്ന് നമ്മുടെ മക്കളോട് ചോദിക്കുന്നത് പോലെ അല്ല, അതിനേക്കാളും കാര്യമായി ആ കുട്ടികളെ പരിഗണിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം വല്ലാത്തതാണ്. മനസ്സിലായി? യതീമിനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിരട്ടരുത്, ആക്ഷേപിക്കരുത്, അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എത്രയധികം സ്ഥലങ്ങളിൽ മനസ്സിലായി പറഞ്ഞു. അതുകൊണ്ടാണ് യതീംഖാന നടത്തുന്ന ആളുകൾ വളരെ പേടിച്ചിട്ടുള്ളത്. ആരെങ്കിലും പൈസ കൊടുത്താൽ പോലും ഓർക്ക് പേടിയാണ്. കാരണം ഇതെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ചെറിയ പണിയല്ല, വലിയ പ്രയാസമാണ്. അത്രയും സൂക്ഷ്മതയോട് പാലിക്കണം, അത്രയും ഗൗരവമാണ് ഖുർആൻ. നമുക്ക് അടുത്തായത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചു. അപ്പോ ഒന്നാമത്തെ ആയത്തതാണ്. ഇനി രണ്ടാമത്തെ ആയത്ത്, وَإِنْ خِفْتُمْ أَلَّا تُقْسِطُوا فِي الْيَتَامَى فَانكِحُوا مَا طَابَ لَكُم مِّنَ النِّسَاءِ مَثْنَى وَثُلَاثَ وَرُبَاعَ فَإِنْ خِفْتُمْ أَلَّا تَعْدِلُوا فَوَاحِدَةً أَوْ مَا مَلَكَتْ أَيْمَانُكُمْ ذَلِكَ أَدْنَى ഭയപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നീതി മുറ പാലിക്കുകയില്ല എന്ന് നിങ്ങൾ പേടിച്ചാൽ, നീതി പാലിക്കാൻ കഴിയില്ല എന്ന് പഠിച്ചാൽ, എവിടെ? അനാഥകളുടെ കാര്യത്തിൽ. അപ്പൊ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി തോന്നിയ ആളുകൾ രണ്ടോ മൂന്ന് നന്നാരൊക്കെ കിട്ടിക്കോളും. മനസ്സിലായോ? രണ്ട് കെട്ടാന്ന് പറഞ്ഞാൽ വല്ലാതെ തല കുടിക്കും. മൂന്നാലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ തലകുലിക്കൊക്കെ കൂടും. പിന്നെ എന്താ എങ്ങനെ അനുമതി ഒന്നും കൊടുത്തില്ല. ആരാ പറഞ്ഞ അനുമതി കൊടുത്തു? അത് അനുമതിയൊന്നും അല്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ തീർത്തരാം. അപ്പൊ ഒന്ന് പറയാണ്, അനാഥകളുടെ
കാര്യത്തിൽ നിങ്ങൾ നീതിമുറ പാലിക്കുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടുവെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫങ്കിഹു, അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. മാ ഫാബലക്കും, നിങ്ങൾക്ക് നന്നായി തോന്നിയ മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്ന്. മത്ന, ഈ രണ്ട്, സുലാസ, മുമ്മൂന്ന്, റുബാഅ്, നന്നായി കെട്ടിക്കൊള്ളു. ഫഇൻ ഖിഫ്തും, ഇനി നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ, അല്ലാ തഅദിലൂ, നിങ്ങൾ നീതി പ്രവർത്തിക്കുകയില്ലെന്ന് പേടിച്ചാൽ, നീതി പാലിക്കാൻ കഴിയില്ല എന്ന് പേടിച്ചാൽ, ഫവാഹിദതൻ, അപ്പോ ഒരെണ്ണം കെട്ടിയാൽ മതി. മനസ്സിലായോ? ഔ മാ മലക്കത്ത് അയ്മാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരെ സ്വീകരിച്ചോളൂ. ദാലിക അദ്നാ അല്ലാ തഊലു, ദാലിക അതാണ് അദ്നാ ഏറ്റവും യോജിച്ചത്, അല്ലാ തഊലു നിങ്ങൾ ക്രമം തെറ്റി പോകാതിരിക്കുവാൻ കൂടുതൽ യോജിച്ചത് അതത്ര. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ആണുങ്ങൾക്ക് 2, 3, 4 കെട്ടാം, അല്ലെ? അപ്പോ നിങ്ങൾ നോക്കാം, എന്താണ് ഈ പറഞ്ഞ വിഷയം? 3, 4, 5, അല്ല, ഈ 2, 3, 4 കെട്ടണം എന്നാണോ? അല്ല, വേറെ എന്തെങ്കിലുമാണോ? നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്താണ് ഈ പറഞ്ഞത്? അതായത് ഇദാ കാന തഹ്ത ഹിജ്രി അഹദികും യതീമത്തുൻ വഖാഫ അല്ലാ യുഅതിയഹാ മഹ്റ മിത്ലിഹാ ഫലിയഅദിൽ ഇലാ മാ സിവാഹാ മിനൻ നിസാ ഫഇന്നഹുന്ന കതീറുൻ വലം യുദയ്യിഖില്ലാഹു അലൈഹി. എന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ അധീനതയിൽ, നിങ്ങളുടെ സംരക്ഷണയിൽ ഒരു യതീം ഉണ്ടാവുകയും ആ യതീമിന് പറ്റിയ തോതിലുള്ള മഹർ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പേടിക്കുകയും ചെയ്താൽ നിങ്ങൾ വേറെ പെണ്ണുങ്ങളെ കെട്ടിക്കൊള്ളും. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വേറെ കെട്ടിക്കൊള്ളും. ഇതിനെ കെട്ടണമെങ്കിൽ എന്ത് വേണം? മഹർ അതിനെ പറ്റിയ, അതാണ് ഞങ്ങൾ എഴുതുമ്പോ പറയുന്നത് മഹ്റ മിത്ലിഹ. ആ അവളെ പോലെ സ്ത്രീക്ക് എത്രയാണോ മഹർ കിട്ടുക അത് കൊടുക്കണം. അതിനൊക്കെ കൊടുക്കാൻ കഴിയില്ലേ? യതീമുകളെ നീതിമുറക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മറ്റ് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് യോജിച്ചവരെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, അന്ന റജുലൻ കാനത്ത് ലഹു യതീമത്തുൻ ഫനകഹഹ, ഒരാൾക്ക് ഒരു യതീമായ കുട്ടി ഉണ്ടായിരുന്നു. യതീം കുട്ടി എന്ന് പറഞ്ഞാൽ യതീം വേറെ, ഒരു കുടുംബത്തിലൊരു യതീമിനെ അതിനെ സംരക്ഷിക്കായിരുന്നു. അങ്ങനെ ഫനകഹഹ, അതേ മോളെ കല്യാണം കഴിച്ചു. വകാന ലഹ അൽഖുൻ വകാന യുംസികുഹാ അലൈഹി ഫലം യകുൻ ലഹാ മിൻ നഫ്സിഹി ശൈഉൻ فنزلت به فإن خفتم ألا تعدلوا فإن خفتم ألا تقسطوا في اليتامى, നിങ്ങൾ എന്ത് ചെയ്യരുത്? യതാമയുടെ വിഷയത്തിൽ ഭയപ്പെടുകയാണെങ്കിൽ. അപ്പൊ ഖുർആൻ പറയാണ്, എന്താണ് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോ ഇവരെന്തില്ല വേണ്ട രൂപത്തിൽ മഹറൊന്നും കൊടുത്തിട്ടില്ല, അവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ വിഷയത്തിലാണ് എന്ത് ചെയ്ത്, നിങ്ങൾക്ക് യതീമുകളുടെ വിഷയത്തിൽ തുടർന്ന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, വേറെ കല്യാണം കഴിച്ചോളി എന്ന് പറയുന്നു. ഞാനത് ഫുള്ള് വായിച്ചു തീർക്കല്ല കേട്ടോ. അപ്പോ ശരിക്ക് പരിശുദ്ധ ഖുർആനിലെ ഈ പ്രയോഗം യതീമായ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ അവിടെ നീതിമുറ പാലിക്കൽ നിർബന്ധമാണ്. അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വേറെ പെണ്ണിനെ കെട്ടിക്കോളില്ല. അവിടെയും കെട്ടുന്ന വിഷയം എന്താണ്? നിങ്ങൾക്ക് അനുവദനീയമായൊരു മേഖല 2 നിങ്ങൾക്ക് കെട്ടണം, കെട്ടാം. 3 കെട്ടണോ, കെട്ടാം. 4 കെട്ടണോ, കെട്ടാം. പക്ഷേ 1 കണ്ടീഷൻ,
വൺ കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? നിങ്ങൾക്ക് അവർ 4 ഭാര്യമാർക്കിടയിൽ അല്ലെങ്കിൽ 2 ഭാര്യമാർക്കിടയിൽ നീതി നിർവഹണം കൃത്യമായി നടത്താൻ നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം. ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ശാരീരിക ബാധ്യതകൾ തീർത്തുകൊടുക്കുന്നത്. അതേ പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതിൽ പെണ്ണുങ്ങളെ പേടിച്ചിട്ടാണ് എനിക്കറിയില്ല. ഈ കൊടുത്ത അപ്പൊ എന്താണ് അത് കഴിയില്ല, ഉറപ്പിച്ചു പറയാൻ കഴിയൂലാന്ന്. മറ്റേ പൂതി ഇല്ലാതില്ല, പൂതി എല്ലാവർക്കും കൊണ്ട് 2ാമത് കെട്ടണമെന്ന്. പക്ഷെ കെട്ടാമത് എന്തുണ്ടാന്ന് വെച്ചാൽ ഖുർആൻ പറഞ്ഞ ഈ പ്രയോഗം ഉണ്ടല്ലോ, എന്ത് അവർക്കിടയിൽ നീതിപാലനം നിങ്ങൾ പേടിച്ചാൽ അത് ഈ മാനസികമായ നീതിപാലനം അല്ലട്ടോ. ഒരു ഉള്ളിൽ ഹൃദയത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാളോട് കുറച്ച് കൂടുതലുണ്ടാവും, ഒരാളോട് കുറച്ച് കുറവുണ്ടാവും, അതുണ്ടാവും. അതല്ല വിഷയം. അതൊരിക്കലും നമുക്ക് നീതി പാലിക്കാൻ കഴിയില്ല എന്നുള്ളത് ഖുർആൻ തന്നെ പ്രസ്താവിച്ച കാര്യമാണ്. ഒരിക്കലും നീതി പാലിക്കാൻ നമുക്ക് അതിന് കഴിയില്ല. പ്രവാചകൻ എല്ലാവരോടും പ്രവാചകൻ അങ്ങേറ്റത്തെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഖദീജ ബീവിയോടുള്ള അത്ര മറ്റുള്ളവരോട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ആയിഷ ബീവിയോടുള്ള അത്രയും മറ്റുള്ളവരോട്, ആയിഷ ബീവിയുടെ മാനസികമായ വിശ്വാസങ്ങൾക്ക് ഒരു പ്രത്യേക ഇൽഫത്തുണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ കാണാം, ആയിഷയുടെ ശ്രേഷ്ഠത മറ്റു പെണ്ണുങ്ങളെക്കാൾ ആയിഷക്ക് എന്ത് ശ്രേഷ്ഠത ഉണ്ടെന്ന് വെച്ചാൽ, തരീൻ എന്ന ഭക്ഷണത്തിന് മറ്റു ഭക്ഷണങ്ങളെക്കാൾ എന്ത് ശ്രേഷ്ഠതയുണ്ടോ അതാണ് എന്ന് അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു. അപ്പോ നമ്മൾ പറഞ്ഞത്, അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ശാരീരികമായി അല്ലെങ്കിൽ ദിവസങ്ങൾ നിശ്ചയിക്കുക, അവർക്ക് ഉപജീവനം നൽകുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഗൗരവമാണ്. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ക്ഷീണിതനായി പ്രയാസത്തിൽ
രോഗത്തിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരികമായി ക്ഷീണിച്ചു തുടങ്ങി. പക്ഷെ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? 9 ഭാര്യമാർ ജീവിച്ചിട്ടുണ്ട് അല്ലെ? ആ 9 ഭാര്യമാർ ആരൊക്കെയാണെന്നറിയോ? അതാ എന്റെ പാട്ട് കൊപ്പടിച്ചിട്ടുണ്ട്. അതെ, ഐഷത്തു ഹഫ്സത്തു സൗദാ സഫിയത്തും മൈമൂനത്തും വറംലാ ഹിന്ദു വസൈനബുൻ കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തിൽ മർദിയാ. 9 ഉമ്മമാര്. ആ 9 പേരെടുത്തും അതിൽ ഒരാളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗദ ബീവി പറഞ്ഞിരുന്നു, നബിയെ എനിക്ക് ശാരീരികമായി ഞാൻ പക്ഷേ ദുർബലയാണ്, അതുകൊണ്ട് എന്റെ ദിവസം കൂടി ഞാൻ ആയിഷക്ക് കൊടുക്കുന്നു, നിങ്ങൾ ആയിഷയുടെ അടുത്ത് പോയിക്കോളി എന്ന് പറഞ്ഞു. എന്നെ ഒഴിവാക്കരുത്, അങ്ങയുടെ ഭാര്യയായി തന്നെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഫാത്തിന്റെ ഘട്ടം അടുത്തു വരുമ്പോൾ ശാരീരികമായി അവിടുന്ന് അങ്ങ് പ്രയാസപ്പെട്ടു. റസൂൽ ചോദിക്കും, ഐന അനഗദൻ, ഐന അനഗദൻ, നാളെ ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്? ആയിഷ ബീവിയുടെ വീടിനെ കുറിച്ചാണ് റസൂൽ ഉദ്ദേശിക്കുന്നത്. നാളെ ആയിഷന്റെ അടുത്താണോ ഞാൻ, നാളെ ആയിഷന്റെ അടുത്താണോ? ആയിഷ ബീവിന്റെ അടുത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല, ഞാൻ ശാരീരികമായി പറ്റ പ്രയാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് അനുവാദം തരണം. ആയിഷയുടെ വീട്ടിലാണ് അവസാനം എനിക്ക് കിടക്കാൻ താല്പര്യം, നിങ്ങൾ എല്ലാവരും എന്നെ അനുവദിക്കണം. എല്ലാവരും സന്തോഷത്തോടെ പ്രവാചകന് അനുവാദം കൊടുക്കുന്ന ഇത്രയധികം നീതി ലോകത്താർക്ക് കാണിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എല്ലാത്തിലും കൃത്യത പാലിച്ചിരുന്നു. ഈ നീതി നിർവഹണം പേടിക്കാണോ? എന്നാ ഒന്നുമേല് നിർത്തിക്കോളി. ചില ഭർത്താക്കന്മാര് ഞാൻ ഒന്നും കേട്ടോ, നിങ്ങളത് കെട്ടിക്കാണി, നിങ്ങളത് കെട്ടിക്കാണിന്ന് പറഞ്ഞ എന്താണ് നമ്മളാരാ നോക്കറിയാലോ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അർത്ഥം ഒരാൾക്ക് ഇവർക്ക് ഭൂരിപക്ഷ ആളുകൾ ഒന്നില്ല, ചിലപ്പോ ഒന്നിനത് കെട്ടുന്ന ആളുകൾ ഉണ്ടാവുന്നല്ല ഉണ്ട്. അതിന് അതിൻ്റെതായ അങ്ങേയറ്റത്തെ ടെൻഷനും പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്നുമുണ്ട്. അത് നമ്മളെ മുന്നിൽ ഇങ്ങനെ ജീവിച്ച് നടക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഉള്ളിന്റെ ഉള്ളിൽ എത്തിയാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തന്നെ എന്ത് ചെയ്യുന്നു? അപ്പൊ റസൂലിന്റെ സുന്നത്തല്ല ആന കെട്ടല്. സുന്നത്തൊന്നും അങ്ങനെ ഇത്തിബാ ചെയ്യപ്പെടുന്ന സുന്നത്താണെങ്കിൽ ബാക്കിയുള്ളവർ കുറ്റക്കാരായി പോലെ. അതൊരു ഓപ്ഷനാണ്. ഒരാൾക്ക് അങ്ങനത്തെ ഒന്ന് വന്നാൽ ഉപയോഗിച്ചോളൂ, കേട്ടാം, അനുവദനീയമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തടയാൻ പാടില്ല, അത്രേ ഉള്ളൂ. മൊയ്തീനാണ് ഇപ്പൊ ഈ ചോദിക്കണത്. ഇല്ല, സംഗതി ഇത്ര ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാൾക്കുണ്ടായി, ഒരാൾ കെട്ടണം, ചെയ്യാവുന്ന മാത്രം. അതും ഇതാണ്, ഇത്രയധികം ഗൗരവത്തിൽ അത് കാണാൻ കഴിയുമെങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ അനുവാദം. ഇല്ലെങ്കിൽ ഏകപത്നി വ്രതം എന്നതല്ല, എന്നാൽ ഏകപത്നി തന്നെയാണ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഇവിടെ യതീം കുട്ടികളെ എന്ത് ചെയ്യരുത്, ഇതുപോലെ ഒന്നും കെട്ടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നമ്മളിവിടെ നിങ്ങളത് നമ്മളെന്താ ചെയ്യാൻ വേണ്ടിയെന്നറിയോ? പിന്നെ അതൊരു യതീം കുട്ടിയാണ്, അതിനെ കെട്ടിക്കളി, അത് എന്തിനു കൊടുത്ത് കെട്ടിക്കോളി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതിന് നോക്കാൻ കുഴപ്പമില്ല, നിങ്ങൾ സംരക്ഷിക്കൂടെ, എന്തിനെ കൊടുത്ത് കെട്ടിക്കോളി. ആ പുതിയ മനസ്സിരുന്നോട്ടെ എന്നുള്ള പറഞ്ഞേ, അത് നടക്കൂല. യതീമിനാണ് കെട്ടാൻ പോണത് എന്ന് വെച്ചാൽ നോർമൽ പെണ്ണിനെക്കാളും വാല്യൂ ആർക്കാണ്? യതീം കുട്ടിക്കുണ്ട്. ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ടോ, അവളെ പോലൊരു കുട്ടിക്ക് എന്ത് മഹറാണോ കിട്ടുന്നത് അത് പൂർണ്ണമായും കൊടുത്ത് സംരക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കെട്ടാൻ പറ്റൂല.
തിരിഞ്ഞ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എത്തിയാനൊക്കെ പോയത് ഒരു പെൺകുട്ടി നല്ല സുന്ദരിയായ നല്ല വിവരമുള്ള ദീനുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അത്ര സൗന്ദര്യമൊന്നുമില്ല, ദീനൊക്കെ പകുതി നോർമൽ സ്ത്രീ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ എല്ലാവരും ഈ കുട്ടീനെ കെട്ടണമെന്നാണ് ആഗ്രഹം. ഇതിനെ കെട്ടാൻ പിന്നെ മഹർ എത്തിയ കുട്ടിയാണ്, മറ്റൊരു കുറച്ചൊക്കെ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ്. എന്നാൽ എല്ലാവരും എങ്ങോട്ടാ തിരിയാം? 3 ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, കുട്ടിക്ക് സൗന്ദര്യമുണ്ട്. രണ്ടാമത്തത്, ആ കുട്ടിക്ക് എൽമുണ്ട്, മതബോധമുണ്ട്. മൂന്നാമത്തത്, ഒന്നുമില്ല, എത്തിയുമാണ്. അല്ലെങ്കിൽ ബൈക്ക് വന്നിട്ട് ബൈക്കുകളെന്നാ പറഞ്ഞത്. അതാണ് അള്ള പറഞ്ഞത്. അത് പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ പോലൊരു കുട്ടിക്ക് എന്ത് മഹറാണോ കിട്ട അത് കൊടുക്കാൻ പറ്റോ എന്നാ കെട്ടിയാൽ മതി. ഇല്ലെങ്കിൽ മാറ് മാത്രമേ കണ്ടീഷനുള്ളൂ, അതേ അവർ സംരക്ഷിക്കുന്നുണ്ട് ഒക്കെ വേണം. അതതിന്റെ രണ്ടാമത്തെ സംഗതിയാണ്. അതെന്തായാലും അതിനകത്ത് ഉള്ളതാണ്. അപ്പൊ മറ്റേതെങ്ങനെയോ മറ്റേതിനും കൊടുക്കണം. പക്ഷെ അവിടെ എന്തില്ല, ഇവിടെ ഇത് പറ്റിക്കപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതിനെ അള്ളാഹു ചെയ്തത് പ്രത്യേകം എടുത്തു പറഞ്ഞു. വേറെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ആരെങ്കിലും 2, 3, 4 ഒക്കെ കെട്ടിക്കോളി. പക്ഷെ ഇതിന്റെ അടുത്തേക്ക് വരണ്ട. ഇതിന് വാല്യബിൾ ആണ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകം ഗൗരവമുള്ളതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതാണ് മത്ന വസുലാത്ത വറുബാ. മനസ്സിലായോ? ഇനി അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതെന്താ? ഈ ആയത്ത് ഒരു അനുവദനീയമാണ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു സുന്നത്തുണ്ട്. അതെന്താണെന്നറിയോ? വഖദ് ദല്ലത്ത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബയ്യിന അലല്ലാഹില്ല അന്നഹു ലാ യജൂസു ലി അഹദിൻ ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യജ്മഅ ബൈന അക്തറ മിൻ 4 നിസ്വ. ഇവിടെ സുന്നത്ത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിച്ച് വേറെ ഒറ്റയാളും 4-ലധികം കെട്ടാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് പ്രത്യേകം അനുവദിക്കപ്പെട്ട ഒരു മേഖലയാണ്. അതിന്റെ കാരണങ്ങളും ധാരാളമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടാൻ പൂതിയായിട്ട് നടന്ന നോക്ക്. പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട് എന്ന് പറഞ്ഞൊരു പൊലിയുണ്ടായിരുന്നു. പെണ്ണ് കെട്ടാൻ പൂതിയുണ്ട്, എന്തില്ല, കാശിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നാണ്. അതുപോലെ പെണ്ണ് കെട്ടാൻ കൂടിയായിട്ട് നടന്നിട്ടുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കല്യാണങ്ങൾ മുഴുവൻ നോക്കിയാൽ അതിനൊക്കെ എന്തുണ്ട്? പ്രത്യേകമായ അടിസ്ഥാനപരമായ കാര്യങ്ങളും ഉണ്ട്. അത് അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ്. അതോടുകൂടി അവരെന്തായി മാറി? മറ്റുള്ള പുരുഷന്മാർക്ക് ഹറാമായി ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അവരെ കല്യാണം കഴിക്കാൻ പറ്റൂല. രണ്ടാമത്തത്, അവർ ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മുഅ്മിനാത്തുകളുടെയും ഉമ്മമാരെന്ന സ്ഥാനം കിട്ടും. ഇങ്ങനെ എല്ലാ പദവികളും അതോടുകൂടി അവർക്ക് ലഭിക്കുകയാണ്. ഇതൊക്കെയാണ് പല സ്ത്രീകൾക്കും റസൂലുള്ളാഹി തന്നെ കെട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം വന്നത്. മനസ്സിലായോ? പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. അത് പ്രവാചകന് മാത്രമുള്ള കുറെ സംഗതികൾ വേറെയുണ്ട്. അതിലേക്ക് ഇപ്പൊ ഞാൻ പ്രവേശിക്കണില്ല. എന്തായാലും 4 പേരിൽ അധികമായി പിന്നെ ഒരുമിച്ച് വെക്കൽ എന്നില്ല, അനുവദനീയമല്ല. ആർക്ക്? റസൂലല്ലാത്തവർക്ക്. അത് ഈ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് സുലാത്ത വറുബാ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് കൊണ്ട് 4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കെട്ടാമെന്ന് പറഞ്ഞ പോടി കെട്ടിക്കൊടുറോ എന്ന് പറഞ്ഞ് വിട്ടതല്ല. അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട്. മാപ്പിളർക്ക് 4 കെട്ടാണ്, 4 കെട്ടാൻ തലാക്ക് ചൊല്ലാം എന്നൊക്കെ പറയുന്നു. അങ്ങനൊന്നും അല്ല. അങ്ങനെ കെട്ടാനും പറ്റൂല, അങ്ങനെ ഒയ്യാനും പറ്റൂല. മനസ്സിലായോ? കെട്ടാനും പറ്റൂല. ഇപ്പൊ നമ്മളിവിടുത്തെ ഏതൊരു മൗലവി ഒരിക്കൽ നിക്കാഹിന്റെ ഖുത്ബയിൽ മുമ്പ് നിക്കാഹല്ല പറഞ്ഞത്, തലാഖാണ് പറഞ്ഞത്. നിക്കാഹിന്റെ ഖുത്ബയിൽ തലാഖിനെ കുറിച്ച് മാത്രം പറഞ്ഞു. എങ്ങനെയാണ് തലാഖ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് തലാഖ് സംഭവിക്കുന്നത്. എല്ലാവരും പണം ആകെ വേച്ചാൽ ഇതെന്താ പഠിച്ചത്, കെട്ടിക്കലോ ഒയ്യലോ. കാരണം മുമ്പ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ മറ്റൊക്കെ ഇത് കേൾക്കുള്ളൂ, ഇവറ്റത് കേൾക്കുള്ളൂ. അല്ലാത്ത സമയത്തൊന്നുമില്ല, ഇവരിത് കേൾക്കൂല എന്ന് പറയുന്നത്. ശരിയാ, തലാഖ് എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. എങ്ങനെയാണ് തലാഖ് ചൊല്ലേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട്. ഞാൻ എന്നെ ഒഴിവാക്കിക്കണട്ടാ, എന്നിട്ട് മൗലവി ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കിക്കണട്ടാ.
അപ്പൊ മൗലവി ഓക്കെ കമ്മിറ്റിക്കാരെ വിളിച്ചു, ഞാൻ ഒഴിവാക്കിക്കണട്ടാ, ഗൾഫ് ഒഴിവാക്കിക്കുന്നു. ഗൾഫിൽ എപ്പോഴാണ് ഒഴിവാക്കേണ്ടത്? അവളെ എപ്പോഴാ ഒഴിവാക്കേണ്ടത്? വളരെ നിയമമുണ്ട്. അതുകൊണ്ടാണ് തലാഖ് സുന്നി തലാഖുൽ ബിദ്അഇ എന്ന് പറഞ്ഞ് രണ്ട് തലാഖുണ്ട്. ആ ഒന്ന് സമസ്തക്കാരുടെ തലാഖും മറ്റൊന്ന് മുജാഹിദിന്റെ തലാഖും അല്ല. ആ തലാഖ് ഖുർആൻ പറഞ്ഞ രൂപത്തിലുള്ള തലാഖായിരിക്കണം. അതിന് കുറെ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്, നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനൊക്കെ പാലിച്ചിട്ടാണ് അങ്ങോട്ട് എത്തേണ്ടത്. അല്ലാതെ ഒറ്റടിക്ക് അത് വേണ്ടട്ടാ, എന്റെ പാട്ടിന് പോയി കളി, അങ്ങനൊന്നും പോകൂല മോനെ. മനസ്സിലായോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി പഠിപ്പിച്ച് തരികയാണ്. പിന്നെ ഇനി അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് ആ ക്ലാസ് അത് വിശദീകരിക്കുന്നത്. ഇപ്പൊ 2 ആയത്തുകൾ കൂടി നമ്മൾ പറഞ്ഞു. പിന്നെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവർക്ക് പിന്നെ ഒരുമിച്ച് പോകാൻ നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയുന്ന 1, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വെള്ളാട്ടിമാരെ സ്വീകരിക്കാവുന്നതാണ്. അഥവാ വലങ്കൈ ഉടമപ്പെടുത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് അടിമകളാണ്. ഇന്ന് ആ സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണ ചില ആളുകൾക്ക് പറയുന്നത് സെർവന്റിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല. സെർവന്റ് ഒരിക്കലും എന്തല്ല, മംലൂക്കത്തല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. പിന്നെ എന്നിട്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. തെറ്റിപ്പോകാതിരിക്കാൻ, ക്രമം വിട്ടു പോകാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് അതാണെന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ 2, 3 ആയത്തുകൾ. അടുത്തത് എന്താണ് മഹർ, എങ്ങനെയാണ് മഹർ എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ ഇവർ വയലന്റ് ആകും, പിടിച്ചു നിർത്തി ചോദിക്കും, ഇല്ല തന്നത് ഇന്നിപ്പോ ഖുർആൻ പറഞ്ഞിരിക്കുന്ന മര്യാദക്ക് തന്നൂട്ടോ എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ എന്താ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. മഹർ എത്രയാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മുസ്തഫ് കൊടുത്താൽ മതിയോ, മുസാഫ് കൊടുത്ത് പറ്റിക്കാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് പിന്നെ പറയും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 2 കാര്യങ്ങൾ പറയാൻ. ഒന്ന്, നമ്മളിവിടെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സെന്റർ ഇങ്ങനെ ആയതിനു ശേഷം ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ജനുവരി 16 ഞായറാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ ഇവിടെ വെച്ച് തന്നെ പിന്നെ സുലൈമാൻ സബാഹിയുടെ പ്രഭാഷണമുണ്ട്. കുടുംബത്തിനും ബഹുമാനത്തിനും ധാർമ്മികതയുടെ കരുത്ത് എന്നാണ് സുലൈമാൻ സബാഹിയുടെ പ്രസംഗം. എല്ലാവരും വളരെ നല്ല പ്രഭാഷണമാണ്. എല്ലാവരും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കണം എന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, ഖുർആൻ അർത്ഥസഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഹിഫ്ളാക്കുന്ന ഒരു സ്ഥാപനത്തിന് നമ്മൾ മനാർ ഹുദയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്നലെ. ഇൻഷാ അല്ലാഹ് സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തുടർന്നു പോകുന്ന രൂപത്തിലുള്ള സിലബസ് ആണ്. നിങ്ങളുടെ കുട്ടികളെ നമുക്ക് തരാം. മനസ്സിലായി? നിങ്ങളുടെ കുട്ടികളെ നമുക്ക് സാമ്പത്തികം പറ്റിയ പ്രയാസമാണ്. എന്റെ കുട്ടികൾ അങ്ങനെ 6000 രൂപ ഫീസാണ് മന്ത്ലി, പിന്നെ ഒരു 10 രൂപ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. അതൊന്നും കൊടുക്കാൻ ഞാൻ പറ്റ പാവപ്പെട്ടവരാണ്, ഒന്നും ഇല്ല എന്നാൽ പഠിപ്പിക്കണം ആഗ്രഹമുണ്ട്. ഒന്നും പേടിക്കണ്ട, നിങ്ങൾ കൊണ്ടുവന്ന് ചേർത്തോളി. ആ കുട്ടികൾക്കുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിക്കൊള്ളാം. അവരെ കണ്ടെത്തി അവർക്ക് ആ കുട്ടിയെ പഠിപ്പിച്ച് പുറത്തിറക്കാൻ ആവശ്യമായത് എന്താണ് അത് നമ്മൾ കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയണത് സൗകര്യമില്ലാതെ പഠിക്കാതിരിക്കരുത്. ഇതുപോലത്തെ ഒരു സാധനം ലോകത്ത് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും കിട്ടൂല. കാരണം എല്ലാവർക്കും ഹിഫ്ള് പഠിക്കലുണ്ട്. ഹിഫ്ള് എന്തില്ല, ഖുർആൻ അർത്ഥം ആശയം മനസ്സിലാക്കുന്ന രൂപത്തിലില്ല. ഇത് കുറഞ്ഞ ക്ലാസ് 150 ക്ലാസ് കൊണ്ട് ഖുർആന്റെ അർത്ഥം ആശയം ഇവർ മനസ്സിലാക്കും. അത്തരം രൂപത്തിലൊരു നൂതന പ്രക്രിയയിലൂടെയാണ് ആ സംഗതി പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം ആ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും നല്ല കാര്യമായി മാറാനുള്ള പിന്നെ ഓതാനുള്ള ഒരു രൂപത്തിലുള്ള 5ാം ക്ലാസ് സ്കൂളിൽ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 വർഷം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാകും. അതിനുശേഷം തുടർന്ന് തന്നെ അവിടെ സ്കൂളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ ആ കുട്ടികളെ നമ്മൾ തന്നെ ഏറ്റെടുക്കും. പുറത്തിറങ്ങുമ്പോ നല്ലൊരു ആലിമ അല്ലെങ്കിൽ ആലിമ പെൺകുട്ടികൾക്കും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത 3 വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ പേര് സുറയ്യ എന്നാണ്. സൽമാൻ ഫാരിസി തലയിൽ റസൂൽ പറഞ്ഞില്ലേ സുറയ്യയാണെന്ന്.
ആ സുറയ്യ എന്ന പേരാണ് നമ്മൾ അതിന് ഇട്ടിട്ടുള്ളത്. സുറയ്യയുടെ സാധാരണ അർത്ഥം കാർത്തിക നക്ഷത്രം എന്നാണ്, ആകാശത്ത് ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രം. ഇൻഷാ അല്ലാഹ് ആ പേരിലാണ് നമ്മുടെ പെൺകുട്ടികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കോഴ്സ് 15 ജുസ്ആണ് നമ്മൾ മനപ്പാടമാക്കാൻ കൊടുക്കുക. കൂടുതൽ പഠിക്കേണ്ട കുട്ടികൾക്ക് അതനുസരിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ ഏറ്റവും നല്ല കുടുംബിനിയും ഏറ്റവും നല്ല ദീനിയായ ഒരു മോളാക്കി അവരെ പുറത്തിറക്കാൻ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് നമ്മളെ മനാറ് അതിന്റെ രൂപത്തിൽ ഇങ്ങനെ ഉയർന്നു വരാനുള്ള പ്രയത്നത്തിലാണ്. നമ്മളെല്ലാവരും സഹകരിക്കണം. കുട്ടികളെ അയക്കേണ്ടവരെ അയക്കാം, സാമ്പത്തിക സഹായിക്കേണ്ടവരെ അവരെ സഹായിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.